രാഹുൽ സുരേഷ്, മണിയാശാന്റെ ഇന്നലത്തെ പ്രതികരണം വലിയ ചലനമാണ് ഉണ്ടാക്കിയത്. അതിപ്പോൾ തിരുത്തിയിട്ടുണ്ട്. അത് ഇന്നലത്തെ ആ ഒരു അവസരത്തിൽ അങ്ങ് പറഞ്ഞു പോയതാണ് എന്നാണ് ഇപ്പോൾ മണിയാശാൻ പറഞ്ഞിരിക്കുന്നത്. പാർട്ടി തീരുമാനമാണ് ശരി, അത് ഞാൻ അംഗീകരിക്കുന്നു എന്ന് മണിയാശാൻ പറയുമ്പോൾ അതിന്മേൽ ഇനി ചർച്ചകൾക്ക് CPM നിൽക്കില്ല എന്ന് തോന്നുന്നു. ശക്തമായ ഒരു നിർദ്ദേശം കിട്ടിയിട്ടുണ്ടെന്ന് തോന്നുന്നു അല്ലേ മണിയാശാൻ? പക്ഷേ മണിയാശാൻ പറയുന്നത് തന്നെ ആരും വിളിച്ചിട്ടില്ല എന്നാണ്. പാർട്ടി ജനറൽ സെക്രട്ടറിയും തള്ളിപ്പറഞ്ഞ സാഹചര്യത്തിൽ കോൺഗ്രസ് അത് പ്രധാനപ്പെട്ട വിഷയമായി ഇന്നലെ തന്നെ പ്രതിപക്ഷ നേതാവ് ഉയർത്തി. ഇന്നും അതിൻ്റെ അനുരണനങ്ങൾ നമ്മൾ കേൾക്കുന്നു. അപ്പോൾ തൽക്കാലം ഈ വിവാദം അവസാനിപ്പിക്കുകയാണ്. പറഞ്ഞത് തിരിച്ചെടുത്തിരിക്കുന്നു അല്ലേ മണിയാശാൻ? രാഹുൽ സുരേഷ്, മണിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായത്, അതായത് പെൻഷൻ വാങ്ങി ശാപ്പാട് കഴിച്ച ജനങ്ങൾ നന്ദി കാണിച്ചു എന്നുള്ളതായിരുന്നു MM മണിയുടെ പ്രതികരണം. നേരം ഒന്ന് ഇരുട്ടി വെളുത്തപ്പോഴേക്കും MM മണിക്ക് വെളിപാടുണ്ടായിരിക്കുന്നു. ഇന്നലെ ഉണ്ടായ പ്രസ്താവന അസ്ഥാനത്തായി പോയി എന്നാണ് ഇന്ന് രാവിലെ നമ്മൾ MM മണിയെ കണ്ടപ്പോൾ അദ്ദേഹം തന്നെ പറഞ്ഞത്. അതിൽ പ്രധാനപ്പെട്ട കാര്യം CPM-ന്റെ പ്രധാനപ്പെട്ട നേതാക്കളെല്ലാം MM മണിയെ തിരുത്തുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അതിൽ MV ഗോവിന്ദൻ മാത്രമാണ് നാടൻ ശൈലിയിലാണ് പ്രതികരണം നടത്തിയതെന്ന് പറഞ്ഞത്. ബാക്കിയുള്ള നേതാക്കളെല്ലാം ആ നിലപാട് തിരുത്തണമെന്ന ആവശ്യം ഉന്നയിക്കുകയും ചെയ്തിരുന്നു. ഇന്നിപ്പോൾ രാവിലെ അദ്ദേഹം പറഞ്ഞത് ഇന്നലെ പാർട്ടി നിലപാട് തനിക്ക് തെറ്റുപറ്റി ഈ തെരഞ്ഞെടുപ്പിന്റെ ഫലം വന്ന മാനസികാവസ്ഥയിൽ പറ്റിയ ഒരു നാക്കുപിഴയാണ് ഇന്നലെ ഉണ്ടായതെന്നാണ് പറഞ്ഞത്. എന്താണെങ്കിലും പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെയുള്ള ആളുകൾ ഈ നിലപാട് തിരുത്തണമെന്ന് ആവശ്യപ്പെട്ടതിന് തൊട്ടു പിന്നാലെയാണ് MM മണി നിലപാട് തിരുത്തി രംഗത്തെത്തുകയും ചെയ്തിരിക്കുന്നത്. മുമ്പുണ്ടായ പോലെ തന്നെ ആവേശത്തിൽ സംഭവിച്ച ഒരു നാക്കുപിഴയാണെന്ന് MM മണി പറയുമ്പോഴും അദ്ദേഹത്തിന്റെ മനസ്സിലിരിപ്പാണ് പുറത്തു വന്നതെന്ന് ഇന്ന് V ശിവൻകുട്ടി ഉൾപ്പെടെയുള്ള CPM നേതാക്കളും പറഞ്ഞിരുന്നു. ഓക്കെ, താങ്ക് യു. രാഹുൽ സുരേഷാണ്. അങ്ങനെ എന്തായാലും പാർട്ടിയിൽ നിന്ന് വലിയ പ്രതിഷേധമുണ്ടായി. എല്ലാ നേതാക്കളും തുറന്നു പറഞ്ഞു. ഒരു തൊഴിലാളി നേതാവായ MM മണി ഇങ്ങനെ ആ വാചകം പറയാൻ പാടില്ലായിരുന്നു എന്നാണ് ഇന്ന് മന്ത്രി V ശിവൻകുട്ടിയും പറഞ്ഞത്. ഇന്നലെ തന്നെ CPM ജനറൽ സെക്രട്ടറി തള്ളിയിരുന്നു. ക്ഷേമ പെൻഷൻ എന്നൊക്കെ പറയുന്നത് ജനങ്ങൾക്ക് സർക്കാർ കൊടുക്കുന്ന ഔദാര്യമല്ലെന്നും അത് അവകാശമാണെന്നുമുള്ളൊരു തിരിച്ചറിവുണ്ടാവുക എന്നുള്ളതാണ്. ഒരു കാരണവശാലും നമ്മൾ ഒരു ജനവിധി എതിരാവുമ്പോൾ ജനങ്ങളെ പരിഹസിച്ചിട്ട് കാര്യമില്ല. ജനങ്ങൾ വിധി എഴുതാനിരിക്കുന്നു. ജനങ്ങൾക്ക് നല്ലതെന്ന് തോന്നുന്നതിനാണ് അവർ വിധി എഴുതുക. നല്ലതെന്ന് തോന്നിപ്പിക്കാൻ ശ്രമിക്കുന്നതും ഒരു രാഷ്ട്രീയ പ്രവർത്തനമാണ്.